ഞാൻ സുമ ടീച്ചർ, സുമ ശിവദാസ്. നമ്മൾ ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു ഒന്നാം തരം ലഡുവാണ്. അത് റവ കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പേര് റവ ലഡു. സാധാരണ റവ ഉപയോഗിച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് വെറും ഒരു ലഡു കുറച്ച് എളുപ്പം ഉണ്ടാക്കാം. മണി പിടിക്കുകയൊന്നും വേണ്ടാത്തതുകൊണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതൊരു സത്യം പറഞ്ഞാൽ ഇതൊരു എവർഗ്രീൻ ഹീറോയാണ് ഈ റവ ലഡു. എപ്പം വേണേലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതുകൊണ്ട് വിശേഷാവസരങ്ങളിൽ ദീപാവലി ആയിരിക്കണം, അല്ലെ നവരാത്രി ആയിരിക്കണേ, അല്ലെ കാർത്തിക മഹോത്സവം ആയിരിക്കണം, അങ്ങനെയൊന്നും നിർബന്ധമില്ല. നമുക്ക് എപ്പോൾ ഉണ്ടാക്കണം തോന്നുന്നോ അപ്പോഴെല്ലാം ഇത് ഉണ്ടാക്കാം. നല്ല ഷെൽഫ് ലൈഫും ഉണ്ടായിരിക്കും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് വേണ്ടത് പഞ്ചസാരയും റവയും, അതിൻ്റെ കൂടെ കുറച്ച് നട്ട്സും കിസ്മിസും ബദാമും. വേണമെങ്കിൽ നിങ്ങൾക്ക് പിസ്റ്റാച്ചിയോ കൂടി പിസ്ത കൂടെ അരിഞ്ഞ് ചേർക്കാം. പക്ഷേ അത് എപ്പോഴും ഒന്നും എല്ലാവരുടെയും കൈ കാണുകയില്ല. അതുകൊണ്ട് അത് ഞാനിപ്പോൾ എടുത്തിട്ടില്ല. നമുക്ക് ആദ്യം ഞാൻ ചെയ്യാറ് ഇത് മൂന്നും പ്ലസ് പിസ്റ്റാച്ചിയോസ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. അതില്ലെങ്കിലും കുഴപ്പമില്ല, ബദാം ഇല്ലെങ്കിലും കുഴപ്പമില്ല, നട്ട്സും കിസ്മിസും മാത്രമായാലും മതി. ഇതൊന്ന് വറുത്തെടുക്കണം നെയ്ക്കകത്ത്. 1.5 ടേബിൾ സ്പൂൺ വരും ഇത്. കുറച്ചും കൂടെ നെയ്യ് വേണ്ടി വരും 2 കപ്പ് റവയ്ക്ക്. നട്ട്സും കിസ്മിസും ബദാമും നീളത്തിൽ അരിഞ്ഞതോ അരിയാത്ത നട്ട്സോ എല്ലാം ഇടാം. ചെറുതാക്കിയ നട്ട്സോ എല്ലാം ഇടാം. അപ്പോൾ ആദ്യം നമ്മൾ നട്ട്സ് ഇടുന്നു, ബദാം ഇടുന്നു. പെട്ടെന്ന് കരിച്ച് എടുക്കരുത്, പെട്ടെന്ന് മൂക്കും. അതുകൊണ്ട് നമുക്ക് തീ ഒന്ന് താത്തി വെച്ചു. ഞാൻ ശകലം ചുമന്ന് തുടങ്ങി. ബാക്കി കിസ്മിസും ഇട്ടു. ഇത് കൂടുതലിട്ടാലും നല്ലതാണ് കേട്ടോ. കുറച്ചും കൂടെയൊക്കെ വേണേൽ ഇടാം. കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതേ നെയ്യിലേക്ക് ഒരു 2 കപ്പ് റവ, സെമോലീന എന്ന് വിളിക്കും, നമ്മളൊക്കെ റവ എന്ന് പറയും. ഇത് 1 കപ്പ്, 2 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതങ്ങോട്ട് ഇട്ടിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വെള്ളനിറം കളയാതെ, എന്നാൽ നല്ല ആരോമാറ്റിക്കായിട്ട്, നല്ല റവ കഷ്ടിച്ച് ഗോൾഡൻ ബ്രൗൺ തുടങ്ങാനേ പാടുള്ളൂ. നിറം കളയാതെ വറുത്തെടുക്കുക. ചെറിയ തീയിലിട്ടില്ലെങ്കിലേ റവ പെട്ടെന്ന് അടി കരിഞ്ഞു പോകാം. ഒരു 10 മിനിറ്റ് ഏകദേശം വേണ്ടി വരും. ഒരുപാട് രീതിയിൽ റവ ലഡു ഉണ്ടാക്കാറുണ്ട് എല്ലാവരും. അതിൽ ഒരു രീതി ഞാൻ ഇതിന് മുമ്പേ ഇട്ടിട്ടുണ്ട്. അത് തേങ്ങ ചേർക്കാത്തതായിരുന്നു. ഇത് തേങ്ങ ചേർത്ത് ഉണ്ടാക്കുന്നത്. അതാണ് വ്യത്യാസം. ഇത് ഒന്ന് കടയിൽ നിന്ന് മേടിച്ചപ്പോഴേ വറുത്ത് കിട്ടിയ റവയാണ്. നമ്മളൊന്ന് വറക്കണം. രണ്ടാമത് വറുത്ത പച്ചറവയ, വറുത്ത റവയാണെങ്കിലും നമ്മളിങ്ങനെ നെയ്യിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒരു ശകലം കൂടെയൊക്കെ നെയ്യിട്ടാലും നല്ലതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ആകപ്പാടെ ഒരു 7-8 മിനിറ്റ്, അപ്പോഴേക്കും മണം വരാൻ തുടങ്ങും. ഉടനെ ഇത് മാറ്റി വേറൊരു ഈ ചൂടിൽ വെച്ചേക്കരുത്, അടിമൂത്ത് പോകും. അതുകൊണ്ട് വേറെ ഒരു വിസ്താരമുള്ള പാത്രത്തിലേക്ക് കുടഞ്ഞങ്ങിടും. അതാണ് ചെയ്യുന്നത്. വാങ്ങുകയാണേ. ഇത് തേങ്ങയാണ്, നല്ല വെളുത്ത തേങ്ങ. കഷ്ടിച്ചൊരു കപ്പേ ഉള്ളൂ. 3/4 കപ്പ് 1 കപ്പ് വരെ ചേർക്കാം. തേങ്ങ കുറച്ചുകൂടെ ഇട്ടാലും നല്ല രുചിയാണ് കേട്ടോ. ഇത് കൃത്യം 1 കപ്പാണ്. ഇതിലും 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്യ് വളരെ രുചി കൊടുക്കും ഇതിന്. എല്ലാം കൂടി ഒരു 1/4 കപ്പ് നെയ്യ് വേണം. ഇതിന് ലൈഫ് കൊടുക്കാനാണ് ഇതൊന്ന് ചൂടാക്കി വയ്ക്കുന്നത്. വെള്ളമയമുള്ളത് ഒന്ന് വലിഞ്ഞ് പോക്കോട്ടെ. വാങ്ങാം. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെയോട്ട് കൊട്ടിയിടാം. 2 കപ്പ് റവയ്ക്ക് അപ്പം ഞാൻ എടുത്തിരിക്കുന്ന 1.25 കപ്പാണ്. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കഷ്ടിച്ച്. അതിലേക്ക് പഞ്ചസാര ഇടാൻ പോണു. ഇത്രയും. ഇത് 250 ml കപ്പിന് 3/4 കപ്പ്. ഇത് 1 കപ്പ് അളന്ന് എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി നമുക്കിത് ഇളക്കണം.
ഇതിനകത്ത് കുങ്കുമപ്പൂവാണ്. അതൊന്ന് വെള്ളത്തിലോ പാലിലോ കലക്കിയിട്ട് ചേർക്കാം. കുങ്കുമപ്പൂ വേണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ, അങ്ങനെ ആരും വിചാരിക്കരുത്. ഉള്ളത് കൊണ്ട് ചേർത്തെന്ന് മാത്രമേ ഉള്ളൂ. ഇനി വേണ്ടത് സ്വല്പം ഏലക്ക പൊടിച്ചത്, ഒരു 2 നുള്ള്, വളരെ കുറച്ചേ ഞാനിടൂ. ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്. അത് ഒരു കഷ്ടിച്ച് ഒരു ടീസ്പൂൺ വരെ അവരവരുടെ ആവശ്യത്തിനിടാം. ഇവിടെ ഇത് ആവശ്യമില്ല, അതുകൊണ്ടാണ് അധികം ഇടാത്തത്. തിളച്ചു. ഇനി നമ്മൾ പാകം നോക്കിയാൽ മാത്രം മതി. ഞാനൊരു കാര്യം മറന്നുപോയേ, ഒരു നുള്ളു ഉപ്പിടാൻ. ഇതാ ആകാറായിട്ടുണ്ട്, ഒരു നൂൽപാകം ആകാറായിട്ടുണ്ട്. ഞാൻ നിർത്താൻ പോവുകയാണ്. 2-3 ഇളക്കും കൂടെ കഴിഞ്ഞു. ഇതേ ഉണ്ടോ, മതി. തീ കെടുത്തി ഈ നട്ട്സ് എക്സെട്ര വറുത്തത് അതിലോട്ടിട്ടു. ഒന്നിളക്കി ഇത് ഇങ്ങോട്ട് ഒഴിക്കാം. ഇതിലോട്ടാ റവ വറുത്ത് റെഡിയാക്കി അടുക്ക വിട്ട് ഒഴിക്കാൻ പോവുകയാണ്. കുറച്ചായിട്ട് ഒഴിക്കാം, ഇളക്കാൻ എളുപ്പത്തിന്. കുറച്ചും കൂടെ ഒഴിക്കാം. ബാക്കിയും കൂടെ മുഴുവൻ ഒഴിക്കാൻ പോവുക. ഇനി വീണ്ടും ഇളക്കി ചേർക്കണം. ഈ വെള്ളം കണ്ട് പേടിക്കണ്ട. ഇത് നാളെ ആകുമ്പോഴത്തേക്ക് അരിയുണ്ട ഉണ്ടാക്കിയാലും അവലോസുണ്ട ഉണ്ടാക്കിയാലും ഒക്കെ നമുക്ക് ഈ പ്രശ്നമുണ്ട്. ഉടനെ അത് വലിഞ്ഞ് വീർത്തിനി വരണം. റവയൊക്കെ വെള്ളമില്ലാത്തതല്ലേ. അപ്പോൾ ഈ പഞ്ചസാര അത് കുടിക്കും. കുറച്ചൊന്ന് തണുക്കട്ടെ. ഇനി കുറച്ച് കഴിഞ്ഞ് തണുക്കുമ്പം ഉരുട്ടാറാവും. തണുത്തു. ഉരുട്ടി വയ്ക്കാൻ പോവുകയാണ്. അടുക്കളയിൽ നിന്ന് ഇപ്പം ഊണുമുറിയിലോട്ട് വന്നിരിക്കുക. ഊണുമുറി വെച്ചാൽ ബാക്കി ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇപ്പോഴും ഇതിന് ചൂടുണ്ട്. കുറച്ചുകൂടെ നേരെ ഇരുന്ന് നന്നായിട്ട് തണുക്കുമ്പോൾ നല്ല കഴിക്കബിളാകും. അതിലും ഒന്ന് പാത്രഭാഗം വരാൻ നാളെ വരെ ഇരുന്നേച്ച് നാളെ കഴിച്ചാൽ കൂടുതൽ രുചിയായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെ നമ്മുടെ എവർഗ്രീൻ ഹീറോ റവ ലഡു ഓക്കെ എല്ലാം വളരെ നന്നായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ സ്നേഹപൂർവ്വം ഞാൻ എല്ലാവരോടും പറയുന്നു, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഉണ്ടാക്കി നോക്കുക. നന്ദി, നമസ്കാരം.